അവസാനം വരെ സഹിക്കും. സഹനം കുറച്ചു നേരത്തേക്ക് മാത്രമല്ല, അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷ പ്രാപിക്കും എന്നല്ല ഈശോ പറഞ്ഞു. അപ്പൊ സുഗലോലുപത, അത്യാസം, ജീവിത വികസനം ലോകത്ത് ഈശോനെ കാണിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് അപകടങ്ങളുടെ നാളുകളാണ്. ലോകത്ത് സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഈ സമാധാനം എന്നുള്ളത് ഈശോ ഹൃദയത്തിലുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ സമാധാനം. അല്ല പണമോ ജോലിയോ വിദേശമോ വസ്ത്രമോ നേട്ടമോ ആൾബലങ്ങളോ കഴിവോ ഇതുള്ള ഒരാൾക്കും സന്തോഷം കിട്ടത്തില്ല. വിദ്യാഭ്യാസം കൂടിയൊന്നും സന്തോഷം കിട്ടത്തില്ല. ആഗ്രഹിച്ച പെണ്ണിനെ ചെറുക്കനെ കല്യാണം കഴിച്ചാലൊന്നും സന്തോഷം കിട്ടും. ആഗ്രഹിച്ച മക്കൾ ജനിച്ചാൽ സന്തോഷമെന്ന് സമാധാനമുള്ളത് ദൈവമുള്ള കുടുംബത്തെ മാത്രമേ കാണുള്ളൂ. അതും ഹൃദയത്തിലൂടെ വിട്ടുമ്പോൾ രൂപങ്ങൾ നിറച്ചു വെച്ചാൽ സ്വന്തം ജീവിതത്തിൽ ഈശോയെ സ്വന്തമാക്കിയ ജീവിതത്തിന് മാത്രമേ സ്വസ്ഥ. അവരെ നമ്മൾ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല, എന്നെ കറക്റ്റ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അവർക്കറിയാം എങ്ങനെ പോകണമെന്ന്. കാരണം ആത്മാവ് അവരെ നയിച്ചു. അതായത് റോമാലേഖനം 11:4-5-6 വചനം പറഞ്ഞല്ലേ, ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗവും ഈ കാലഘട്ടത്തിൽ കൃപയാലാണെങ്കിൽ പ്രവർത്തികൾ അധിഷ്ഠിതമല്ല. കൃപയാലല്ല എങ്കിൽ കൃപയൊരിക്കലും കൃപയായിരിക്കുകയില്ല. അത് ഈശോയെ നേടിയെടുത്തൊരു ജീവിതങ്ങളായിട്ട് മാറട്ടെ.